കഴിഞ്ഞ തവണ മാതൃഭൂമിക്ക് വേണ്ടി ഖത്തറിൽ പോയി കളി റിപ്പോർട്ട് ചെയ്ത മാതൃഭൂമി പത്രത്തിന്റെ തന്നെ സിറാജ് കാസിമും ചേരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഇപ്പോൾ ഈ തവണത്തെ ഒരു 11 വന്നു, അപ്പോൾ എങ്ങനെയാണ് ഒരു മാറ്റങ്ങളെ കാണുന്നത്? അർജന്റീന 3 മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മത്സരത്തിന്റെ തുടങ്ങാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ലൈനപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതീക്ഷിച്ച പോലെ തന്നെ മെസ്സിയും അൽവാരസും സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് ഉണ്ട്. അതൊരു വലിയ മെസ്സിയെ ആശ്രയിച്ച് തന്നെയാണ് അവരുടെ ഗെയിം പ്ലാൻ എന്ന് തന്നെ. പക്ഷേ മിഡിൽ നിന്ന് ഒരല്പം കൂടി പിന്നിലേക്ക് ഇറങ്ങിക്കൊണ്ട് റൊമേരിയും കളിക്കുന്ന ഒരു ഡിഫൻസിൽ കുറച്ച് അഡ്വാൻസ് ചെയ്ത് കളിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ ഒരു സന്തുലിതമായൊരു ടീമാണ് പിന്നെ അർജന്റീനയുടേത്. മറുവശത്ത് സ്പെയിൻ്റെ ലൈനപ്പ് അതിശക്തമായ ഒരു ലൈനപ്പാണ്. അവരുടെ കുറച്ചുകൂടി ഡിഫൻസീവായിട്ട്, കാരണം നമ്മുടെ ഫ്രാൻസിനെതിരായ സ്പെയിൻ്റെ കളി കണ്ടതാണ്. 2 ഗോള് അവരടിച്ച ശേഷം ഏറ്റവും പവർഫുള്ളായ ഈ ലോകകപ്പിൽ ഏറ്റവും പവർഫുള്ളായ അറ്റാക്കിംഗ് നിരയായിരുന്നു ഫ്രാൻസിൻ്റേത്. പിന്നെ എംബാപ്പയും ഡെംബലെയും ഉള്ളൊരു ലൈനപ്പ്. ആ ലൈനപ്പിനെ സ്പെയിൻ എങ്ങനെയായിരിക്കും ഈ കളിയെ വിലയിരുത്തുന്നത്? അവരുടെ മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത്രയും ഫ്ലൂയിഡായിട്ട് കളിക്കുന്ന ഒരു മിഡ്ഫീൽഡാണ്. അപ്പോൾ അർജന്റീന പലപ്പോഴും 80 മിനിറ്റിന് ശേഷം നിങ്ങളിൽ നിന്നൊക്കെയുള്ള കളികളാണ് അധികം വരുന്നത്. എനിക്ക് തോന്നുന്നു അവർ മെസ്സിയെ പൂട്ടുക എന്നതിനപ്പുറം അവർ അർജന്റീനയുടെ മിഡിലെ മുതലുള്ള ആക്രമണങ്ങൾ നുള്ളിക്കളയുക എന്നുള്ള രീതിയിലായിരിക്കാം സ്പെയിൻ്റെ അറ്റാക്കിംഗ് ഡിഫൻസീവ് സ്റ്റൈല്. അവരൊരിക്കലും എതിരാളിക്ക് പന്ത് കിട്ടാതെ മാക്സിമം അവരുടെ കാലിലിട്ട് കളിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ടിക്കിട്ടാക്ക എന്ന് പറയുന്ന ശൈലി എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എതിരാളിക്ക് പന്ത് കൊടുക്കാതെ സ്വന്തം ഹാഫിൽ തന്നെ പരമാവധി കളിക്കുക എന്നുള്ള രീതിയിൽ, അതേസമയം കിട്ടുന്ന കൗണ്ടർ അറ്റാക്കുകൾ നടത്തുന്ന രീതിയിലും അർജന്റീനയും അതേ തന്ത്രത്തിൽ തന്നെ സ്പെയിൻ കൂട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. മെസ്സിയുടെ ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് കളി മാറ്റാനുള്ള ഒരു കഴിവുള്ള കളിക്കാരൻ കൂടിയാണ്. അത് പലതവണ തെളിയിച്ചിരിക്കുന്നതാണ്. ഈ വേൾഡ് കപ്പിൽ തന്നെ പല മത്സരങ്ങളിലും പിന്നിൽ നിന്ന് അർജന്റീനയെ ഒറ്റയ്ക്ക് നയിച്ചത് മെസ്സിയായിരുന്നു. ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുവന്നത് മെസ്സിയായിരുന്നു. അപ്പോൾ മെസ്സി ഈ കളിയിൽ പ്രത്യേകിച്ച് സ്പെയിനിനെതിരെ കളിക്കുമ്പോൾ മെസ്സിക്ക് തന്നെ അറിയാം സ്പെയിൻ ടീമിന്റെ ശക്തികളും പോരായ്മകളും അവരുടെ ശൈലിയൊക്കെ മെസ്സിക്ക് തന്നെ അറിയാം. അത് അർജന്റീനയ്ക്ക് എത്രത്തോളം ഗുണം ചെയ്യും? തീർച്ചയായിട്ടും മെസ്സിയുടെ ഒരു മികവ് എന്ന് പറയുന്നത്, നിങ്ങൾ 90 മിനിറ്റ് കളിയിൽ 89 മിനിറ്റിലും ചിലപ്പോൾ ഗോൾ അടിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ പിന്നീടുള്ള ഒരു മിനിറ്റ്, ആ ഒരു മിനിറ്റിലെ മാന്ത്രികമായ ഒരു നീക്കം മതി. കഴിഞ്ഞ ഇംഗ്ലണ്ടിനെതിരായ കളിയിൽ നമ്മൾ കണ്ടതാണ്. മിസ്സായൊരു പന്ത് മെസ്സി വരുന്നു, വിങ്ങിലൂടെ വരുന്ന 2 ഡിഫൻഡർമാരെ വെട്ടിച്ച് ലൈനിൻ്റെ അടുത്തേക്ക് വരെ പോകുന്നു. അവിടെ നിന്നുള്ളൊരു ക്രോസ് അത്ര കൃത്യമായ ക്രോസ് ആയിരുന്നു. അത് തന്നെയാണ് മെസ്സിയുടെ പ്രത്യേകത. 90 മിനിറ്റ് കളിയിൽ 89 മിനിറ്റും നിങ്ങൾ ചിലപ്പോൾ അത് പ്രതീക്ഷിക്കാത്തൊരു മൂവ്മെന്റ് അവസാനം 1 സെക്കൻഡിലുണ്ടാവും. ആ 1 സെക്കൻഡിൽ കളി മാറിയേക്കാം. അത് തന്നെയാണ് അർജന്റീന ആരാധകരുടെയും പ്രതീക്ഷ. അവസാനം പറഞ്ഞ ഒരു ജയപ്രതീക്ഷ ആർക്കാണ് താങ്കൾ ഈ വേൾഡ് കപ്പ് ജയിക്കാൻ സാധ്യത കണക്കെടുക്കുന്ന അറിയാം? ആര് ജയിക്കുമെന്നാണ് കരുതുന്നത്? ആര് ജയിക്കുമെന്നുള്ളത് കളിയുടെ ഒരു 2 ടീമിൻ്റെയും ലൈനപ്പും ഇതുവരെയുള്ള പെർഫോമൻസും കാണുമ്പോൾ സ്പെയിനിന് ഒരു മുൻതൂക്കം ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അർജന്റീനയാണ് ഇതും തിരിച്ചു വരാം. എങ്കിലും എൻ്റെ പ്രവചനം സ്പെയിൻ 1-0 or 2-0. എന്തായാലും അദ്ദേഹം പറയുന്നത് സ്പെയിൻ്റെ ഒരു വിജയമാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്.